ചെറുപുഴ പഞ്ചായത്തിലെ ഉരുൾപൊട്ടലും മഴക്കെടുതിയും രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങൾ ജില്ലയുടെ ചുമതലയുള്ള വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് സന്ദർശിച്ചു. ഇന്ന് രാവിലെ ജോസ്ഗിരി രാജഗിരി മേഖലയിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, കോൺഗ്രസ് നേതാക്കൾ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സന്ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്ഥലങ്ങളിൽ ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും വികാരിയച്ഛൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ കണ്ട് മനസ്സിലാക്കി നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഞാൻ തഹസിൽദാരുമായിട്ട് സംസാരിച്ചു. കളക്ടറും ഈ സ്ഥലം വന്ന് കണ്ടിരുന്നു. ഇവിടുത്തെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കും. അതിനായിട്ട് പഞ്ചായത്തും അതുപോലെ കൃഷി വകുപ്പും അതുപോലെ തന്നെ വില്ലേജും ചേർന്ന് റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് നൽകുന്ന കാര്യം വേഗത്തിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചുള്ള സഹായ പരിപാടികൾ ആവിഷ്കരിക്കും, നടപ്പിലാക്കും. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വീട് നഷ്ടപ്പെട്ടവർക്ക്, സ്ഥലം നഷ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്ന സഹായ പദ്ധതിയെക്കുറിച്ച് ഗവൺമെൻറ് അതിനെ തീരുമാനിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കളക്ടറോടും റവന്യൂ അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അപേക്ഷകളും ഞാൻ അത് ഗവൺമെൻറ്റിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കൈമാറിക്കൊണ്ട് മുഖ്യമന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയുമായിട്ടും ഈ കാര്യങ്ങൾ സംസാരിക്കും. റോഡിൻ്റെ നാശനഷ്ടം പരിഹരിക്കാൻ മരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടും. MLA ആ കാര്യം MLA ഉൾപ്പെടെ വരുമ്പോൾ ചെറുപുഴയിലെ നാശനഷ്ടങ്ങളുടെ വലിയ ഗൗരവ സ്വഭാവം ഞാൻ ഗവൺമെൻറ്റിനെ അറിയിക്കും. നമ്മുടെ ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ സാറേ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ആവശ്യം. ഹലോ സാറേ, ചെറുപുഴ പഞ്ചായത്തിൻ്റെ പ്രത്യേക പാക്കേജ് വേണമെന്നൊരു ആവശ്യമായിട്ടുള്ളത്, അത് പരിഗണിക്കുമോ? നോക്കാം നമുക്ക്. അതുപോലെ തന്നെ ഈ രാജേഷിൻ്റെ മൃതദേഹത്തോട് ഒരു നമ്മളോട് ഇങ്ങനെ ഒരു ആദരവ് പുലർത്തിയില്ലാത്തൊരു പരാതി കുടുംബത്തിന് നിലവിലുണ്ടല്ലോ, അത് സംബന്ധിച്ച് സാറിന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. താസർ ഉൾപ്പെടെയുള്ള ഒരു കുറ്റക്കാരാണ് കളക്ടർ എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്താ ഞാൻ പറയണേ? അല്ല, സാറിന് ഒരു പ്രതികരണം, സാറിന് ജില്ലയിൽ അതൊക്കെ പരിശോധിക്കും. കളക്ടർ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളുടെ പേരും നടപടി സ്വീകരിക്കും. താഴേക്ക് വരുന്നുണ്ടോ? എന്താ അവിടുത്തെ സ്ഥിതി? ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പെട്ടെന്നിട്ട യാത്രയാണ്. നിശ്ചയിച്ച പരിപാടികൾ സിറ്റിയിലൊക്കെ ഉണ്ട്. 10 മണിക്ക് എത്തേണ്ടത്, താമസിച്ചാണ് പോലും എത്തേണ്ടതല്ല. വൈദ്യുതിയില്ല അല്ലേ? വ്യാഴാഴ്ച കണ്ട് കിട്ടിയത്. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു, നിവേദനം തന്നിട്ടുണ്ട്, നോക്കാം കേട്ടോ. അറിയാലോ ഇവിടുത്തെ അവസ്ഥയെല്ലാം. ഇത് ഞങ്ങളുടെ അപേക്ഷയും അതിൻ്റെ പുറകിൽ നമ്മുടെ ഇവിടുത്തെ പരിസ്ഥിതി പഠനത്തിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി വരവായി. ഏവർക്കും ഗൃഹലക്ഷ്മിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെറുമൊരോണമല്ല, നമ്മൾ കാത്തിരുന്ന സർപ്രൈസുകളുടെ ഉത്സവമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ ഓണം മെഗാ ഓഫറുകൾ ലൈവ്. 20 മുതൽ 50% വരെ വമ്പിച്ച വിലക്കിഴിവ്. മിക്സി, സ്റ്റൗ, കുക്കർ, ഓവൻ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സെറാമിക്, ഗിഫ്റ്റ് ഐറ്റംസ്, എക്സ്ട്രാ ബ്രാസ് ഐറ്റംസ്, അങ്ങനെ വീട്ടിലെ ഓരോ ആവശ്യത്തിനും ഇനി മറ്റെവിടെയും പോകേണ്ട. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, മികച്ച വിലക്കുറവ്, ഒപ്പം ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വേഗം പോരൂ. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. ഈ ഓണത്തിന് ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.